ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് നിന്ന് തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ഈ ക്രഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ബാക്കി രണ്ട് സൈഡിലും റോഡ് വർക്ക് നടന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് സ്പീഡിലുള്ള കാഴ്ചയാണ്. ഇതിൽ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ വണ്ടി ഓടിച്ചുള്ള കാഴ്ചയാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഭാഗത്ത് ഇവിടുന്ന് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് വരെ പോകുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ, അതുപോലെ ചില ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ വർക്കുകളൊക്കെ ഇനിയുള്ളൂ. പക്ഷേ വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിവേഗത്തിൽ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ കോഴിക്കോട് ഭാഗത്തും വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ മെയിൻ ഹൈവേ കൂടെയാണ് വാഹനങ്ങൾ, ഒരു റോട്ടിൽ കൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് വാഹനങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. സർവീസ് റോഡ് ഉള്ള ഭാഗത്ത് തന്നെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കാൻ ആംബുലൻസ് അങ്ങനെ ഉള്ള വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, സൈഡ് ഇല്ലാത്തതുകൊണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് ഈ വർഷം തന്നെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആവുമെന്നാണ് മന്ത്രിമാരുടെയൊക്കെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നോക്കിയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. നല്ലൊരു ഭംഗി. ഈ റോട്ടിലൂടെയുള്ള യാത്ര കണ്ടില്ലേ, അടിപൊളിയായിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് ഇടതു ഭാഗത്തോട്ട് തിരിച്ച് ഇവിടുന്ന് മാറ്റി വിട്ടിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ ആണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി പഴയ റോഡും ഇപ്പോൾ സൈഡിലായിട്ട് പുതുതായിട്ടുണ്ടാക്കിയ റോഡും കാണാം നിങ്ങൾക്ക്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. പഴയ ഒരു ബീം പോലെയുള്ള ഭാഗമാണ് അവിടെ ഉള്ളത്, അത് പൊട്ടിച്ച് മാറ്റി ക്രാഷ് ബാരിയർ പുതുതായിട്ടുള്ളത് നിർമ്മിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് പഴയതാണ്. ആ പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ അത് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.